ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ പ്ലാൻ ചെയ്യണേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ 2 ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? അപ്പോൾ ഞാനിന്ന് ആദിയുടെ ഹരീഷേൻ്റെ വീട്ടിലാട്ടോ വന്നേക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഒരു ചെറിയ ഗെറ്റുകളാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ക്വിക്കായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ആദി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആദിയുടെ ഹരീഷേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് ജിസൻ ചേട്ടൻ്റെ കയ്യിലൊരു കുഞ്ഞു ബേബിയുണ്ട്. ഞാൻ ബേബിയുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് ജിസൻ ചേട്ടൻ്റെ വൈഫ് അമല. പിന്നെ ഞങ്ങളുടെ കൂടെ ന്യൂലി വെഡഡ് കപ്പിൾ അക്കിബ്. ഇതാണ് കേട്ടോ അക്കിബിൻ്റെ വൈഫ് സന. ഇവരെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കീർത്തി, ഹരീഷേട്ടൻ, പിന്നെ നിവിൻ ചേട്ടൻ, പിന്നെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നിധിക്കുട്ടി. പിന്നെ ഈ ഒളിച്ചിരിക്കുന്ന ആൾ അഞ്ജു ആണ്, ആദ്യയുടെ കസിനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനായിട്ട് ബനാന ഷേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം കുറച്ച് ഉണ്ടാക്കി, അത് എല്ലാവർക്കും തികയില്ലാത്തതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഒന്നും കൂടെ ഉണ്ടാക്കുവാണ് കേട്ടോ. ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, നോർമൽ ഡേറ്റ്സും കാഷ്യൂ നട്ട്സും ബനാനയും മിൽക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആഡ് ഷുഗർ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷേക്കൊക്കെ കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിം കളിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് കേട്ടോ ആദ്യം കളിച്ചത്. അപ്പോൾ ജിസൻ ചേട്ടൻ ഗെയിമിൻ്റെ റൂളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്ക് അധികം സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുള്ള ടീമായിരിക്കും. അപ്പോൾ അതിൽ ഒരാൾക്ക് ഒരു പാസ്വേഡ് പറയും, മറ്റേ ആളെ കൊണ്ട് ആ പാസ്വേഡ് പറയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലൂ ഒക്കെ കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും പാസ്വേഡ് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താടി എന്നതാണ് പാസ്വേഡ്. അപ്പം ഞാൻ എൻ്റെ ടീംമേറ്റിനെ കൊണ്ട് താടി പറയിപ്പിക്കണം. അതാണ് കേട്ടോ ഗെയിം. അങ്ങനെ കുറേ നേരത്തെ വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഞങ്ങൾ തോറ്റു ഗൈസ്. അക്കിബ് സനയാണ് ജയിച്ചത്. അതിൻ്റെ വാശി തീർക്കാനായിട്ട് ആദ്യം കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആ ബിരിയാണി എടുത്ത് കഴിക്കുവാണ്. ആദ്യം നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. പണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പിള്ളേരൊക്കെ ആയി, എല്ലാവരും കുറച്ച് തിരക്കാണ്. പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ കൂടാൻ ശ്രമിക്കാറുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷേട്ടൻ ഇങ്ങനെ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ 3 ബേബീസ്. എല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. നോയി 2 വയസ്സ്, ഇവർ 2 പേരും നൂനും നിധിക്കുട്ടിയും 1.5 വയസ്സാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും പിടിച്ചിരുത്തി എൻ്റെ യൂട്യൂബ് ചാനൽ വെപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വ്ളോഗ് കാണാണ് ഇത് തിരൂർ വ്ളോഗാണ്. അക്കിബിൻ്റെ സനയുടെയും വെഡ്ഡിങ്ങിനൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാനിവരെ പിടിച്ചിരുത്തിയതായിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾ തിരൂർ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഞങ്ങൾ ശരവണഭവനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നെയ് റോസ്റ്റാണ് ഞാൻ കഴിച്ചത്. എനിക്ക് ഇഡലിയാണ് ഇഷ്ടം. ഇഡലി അവിടെ തീർന്നായിരുന്നു, അതുകൊണ്ട് നെയ് റോസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ വന്നിരുന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പുറത്ത് പോയത്. പിന്നെ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ പോയത് കത്രിക്കടവുള്ള മച്ച്ലി റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇവിടെ നേരെ തിരിച്ച അഭിപ്രായം. ഇത്ര നേരം
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 2:30 ഒക്കെ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അശ്വതിയും ആദിയും പിന്നെ ജോണും വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ. അങ്ങനെ അവരെത്തി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തേ. ഞങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞണ്ട് പറഞ്ഞു, പിന്നെ പ്രോൺസ് തന്നെ വലുതും ചെറുതും ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, മീൻ കറി, 2 ടൈപ്പ് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ബെന്നിയും സ്റ്റീവും പോവാണ്. അപ്പൊ ഇവര് ഭയങ്കര ബിസി ആൾക്കാരാണ്. ഈ വ്ളോഗിൽ നിന്ന് പോവാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ സ്റ്റീവിനും അശ്വതിക്കും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നേരത്തെ പോയി. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ സുഭാഷ് പാർക്ക് പോകാമെന്ന് വെച്ചേ. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്, പക്ഷേ ബേസിലിന് വലിയ താല്പര്യമൊന്നുമില്ല. സുഭാഷ് പാർക്കിൻ്റെ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ്, MG റോഡ് ഏരിയയിലൊക്കെ. അപ്പോൾ വല്ലപ്പോഴും കേട്ടോ വരാറുള്ളൂ. വൈകുന്നേരമൊക്കെ സുഭാഷ് പാർക്കിൽ വന്നിരിക്കാൻ നല്ല രസമല്ലേ. നേരത്തെ എൻ്റെ ഹോസ്റ്റൽ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന MG റോഡിലായിരുന്നേ. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ ഇവിടെ സുഭാഷ് പാർക്കിൻ്റെ ഒക്കെ അടുത്തായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റ് തനൂജിയും കൂടെയൊക്കെ ഞങ്ങളിവിടെ രാവിലെ ഓടാനൊക്കെ വരുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് ഇവിടെ വന്ന് വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഭാഷ് പാർക്കിൽ പോകണം, നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ ബേസിലിനോട് പറയായിരുന്നു. പക്ഷേ ബേസിലിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി സീനാണല്ലോ. പരിപാടി എന്താ? എല്ലാരും കുത്തിരി ലൈൻ കട്ട് ലൈൻ കട്ട്. അത് ശരി. ഗൈസ്, നിങ്ങളാരും ജോണിനെ കണ്ടില്ലല്ലോ. ഇതാണ് കേട്ടോ ജോൺ വാൾട്ടർ. അവൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ക്ലിപ്സിലൊന്നും കാണാതിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് തണലുള്ളിടത്താണ് ഇരുന്നത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ ചൂടും ഇല്ലായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ അതുവഴി ഓടി നടന്ന് കളിക്കുകയായിരുന്നു. നോയിയാണ് ഈ പ്രാവിനെ മൊത്തം ഓടിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിൽ കോഴീനെ ഓടിച്ചുള്ള ശീലം കൊണ്ടാണെന്ന് തോന്നുന്നു പ്രാവിനെയൊക്കെ കണ്ടിട്ട് അവൻ അതിൻ്റെ പുറകെ നടന്ന് ഓടിക്കുമായിരുന്നു. പിന്നെ നോയും നൂനും കൂടെ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രാവിൻ്റെ പുറകെയും അല്ലാണ്ട് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഒരാൾ പോരാട്ടോ, 2 പേര് വേണം ഇവരെ 2 പേരെയും മേയിച്ചുകൊണ്ട് നടക്കാനേ. അങ്ങനെ ഞങ്ങൾ അവരെന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇതേ നോക്കിയ ബേസിൽ 2 എടുത്തുകൊണ്ട് വരുന്ന കണ്ടോ. പിന്നെ എൻ്റെ നോയ്ക്ക് അവിടെ ഒരു പെൻഗിനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. അതിന് വായി പോയി കൈയിടുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. പിന്നെ പ്രാവിനെ ഓടിക്കുക. ഒരു പ്രാവിനെ അവൻ വെറുതെ വിട്ടില്ല കേട്ടോ, എല്ലാത്തിൻ്റെയും പുറകെ ഓട്ടമായിരുന്നു. പിന്നെ ഈ കായലിൻ്റെ സൈഡിലായിട്ട് കുറേ മരങ്ങളുണ്ടല്ലോ, അതിൽ ഏതൊക്കെയോ മരം ഈ ഞാവൽപ്പഴത്തിൻ്റെയൊക്കെയാണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് മനസ്സിലായില്ല. ഹരീഷേട്ടൻ നോക്കിയപ്പോൾ അതിനകത്ത് ഞാവൽപ്പഴം കണ്ടു. അപ്പോൾ ഹരീഷേട്ടൻ 1-2 എണ്ണം പറിച്ചെടുക്കുവാണ്. കുറേ പച്ചയായിരുന്നു കേട്ടോ, പഴുക്കാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഞാവൽപ്പഴം പണ്ട് കഴിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഒരു ചവർപ്പൊക്കെ ഉണ്ടല്ലോ, ചവർപ്പ് എന്നാണ് കമർപ്പ് എന്നാണ് പറയണേ, എന്തോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടം. അപ്പോൾ ഹരീഷേട്ടൻ എനിക്ക് 1-2 എണ്ണം പറിച്ചു തന്നു. ഞാനത് തിന്നു. വേറെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ കഴിച്ചതാണ്. ഞാൻ പിന്നെ ഒന്നും വിടൂലല്ലോ, അപ്പോൾ ഞാനതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൽ പോയി കുലുക്കി കുടിക്കാൻ പോയേ. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഈ VR ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അക്യുവിനോട് ചെയ്യാൻ പറഞ്ഞു. ചിലരിത് ചെയ്തിട്ട് ഭയങ്കര പേടിച്ച് കരയോ വീഴാൻ പോകുന്ന പോലെയൊക്കെ ആയിരുന്നു. ഇവന് വലിയ പേടിയില്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നേ. അപ്പം ഞാനെൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കുക.